കഴിഞ്ഞ മാസം 17-ന് കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറയിലെ അന്നൂസ് റോഷന്റെ വീട്ടിൽ ആയുധങ്ങളുമായി എത്തി നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ സംഘം വീട്ടിലെത്തിയത് ബൈക്കിലും കാറിലുമായി. പ്രതികളെ തിരിച്ചറിഞ്ഞ് പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ പുറത്തിറക്കിയതോടെ 5-ാം ദിവസം അന്നൂസ് റോഷനെ കർണാടകയിൽ നിന്ന് കാറിൽ കയറ്റി കൊണ്ടോട്ടിക്ക് സമീപം ഇറക്കിവിട്ടു. തട്ടിക്കൊണ്ടുപോകൽ കേസിന്റെ രത്നച്ചുരുക്കം. തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കുള്ള മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെയും സംഘത്തിന് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ വേങ്ങര പുള്ളാട്ട് ഷഫീഖിനെയുമാണ് കൊടുവള്ളി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. നിയാസിന്റെ സഹോദരി ഭർത്താവാണ് ഷഫീഖ്. കേരള കർണാടക അതിർത്തിയിൽ വെച്ചാണ് നിയാസിനെ പോലീസ് പിടികൂടിയത്. ഒളിവ് ജീവിതം നിർത്തി കേരളത്തിലേക്ക് കാറിൽ വരുമ്പോഴാണ് പിടികൂടിയതെന്ന് പോലീസ്. ഷഫീഖിനെ വയനാട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇതോടെ കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 5-ആയി. ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട്. പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത 3 പേർക്കും തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല. അന്നൂസ് റോഷന്റെ മൂത്ത സഹോദരൻ അജ്മൽ ദുബായിൽ ജോലി ചെയ്തിരുന്നു. ഇവിടെ വെച്ച് നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് സഹോദരനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം. പണമാവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോകൽ സംഘാംഗങ്ങൾ നേരത്തെയും അന്നൂസിന്റെ വീട്ടിലെത്തിയിരുന്നു. അജ്മൽ 2 മാസം മുൻപ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുവെങ്കിലും വീട്ടിൽ വന്നിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.